നമസ്കാരം. നമുക്കിന്ന് 5th ലെസൺ പഠിക്കാം. പഞ്ചമഃ പാഠഃ ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. സാധനം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപാധി അതല്ലെങ്കിൽ ഒരു ഉപകരണം എന്നർത്ഥം. ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ഉപകരണം ആണ് ശരീരം. ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ഉപാധി അഥവാ ഒരു സാധനം അഥവാ ഉപകരണം ആണ് ശരീരം. അതായത് ധർമ്മത്തിന്റെ പാത തന്നെയാണ് ആരോഗ്യത്തിന്റെയും പാത എന്നാണ് അർത്ഥമാക്കേണ്ടത്. ശരീരം സംരക്ഷിക്കണം, ശരീരം ആദ്യം സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമാകുകയുള്ളൂ. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ നമുക്ക് ഈ ജീവിതം അർത്ഥപൂർണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ധർമ്മത്തിന്റെ പാത തന്നെയാണ് ആരോഗ്യത്തിന്റെയും പാത. ധർമ്മത്തിന്റെ ലംഘനമോ രോഗത്തിനും അകാല മരണത്തിനും കാരണമായി തീരും. നല്ല പ്രായത്തിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന വിചാരത്തോടെ മനുഷ്യൻ ആരോഗ്യം നഷ്ടപ്പെടുത്തും. എന്നിട്ടോ പിന്നീട് നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അവസാനം എന്താ ഉണ്ടാവുക? പണവും ഉണ്ടാവില്ല, ആരോഗ്യവും ഉണ്ടാവില്ല. പണ്ടുള്ള മനുഷ്യരൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ അവരെ കൊണ്ടാവും വിധം അവർ പ്രയത്നിച്ചിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നീണ്ട പരിണാമത്തിനൊടുവിലായിട്ടാണ് സസ്തനികളിൽ ഏറ്റവും വികാസം പ്രാപിച്ച വർഗമായി മനുഷ്യൻ മാറിയത്. കൂർത്ത കല്ലുകളും പാറക്കഷ്ണങ്ങളുമായിട്ട് മൃഗങ്ങളെ വേട്ടയാടി ചുട്ട് കഴിച്ചിരുന്ന പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള പരിണാമം വിസ്മയിപ്പിക്കുന്നതാണ്. ക്രൂര മൃഗങ്ങളെയും ശത്രുക്കളെയും കീഴടക്കുകയും പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കുകയും ചെയ്ത് കൃഷിയും കുടുംബവും ഒക്കെയായി ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കിയത് അവന്റെ ശരീരമാണ്, അവന്റെ ബുദ്ധിശക്തിയാണ്. നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീര അവയവങ്ങള് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന്? ഇവ പ്രവർത്തിച്ചില്ലെങ്കിലോ? ശരീരാവയവങ്ങളുടെ ജീവതാളം ഒന്ന് തെറ്റിയാൽ, അവയിലൊന്ന് അല്പനേരം ഒന്ന് വിശ്രമിക്കണമെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ, അവിടെ അവസാനിക്കും ഉയരങ്ങൾ കീഴടക്കാനുള്ള മനുഷ്യന്റെ ജൈത്രയാത്ര. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയത്തെയും തലച്ചോറിനെയും വൃക്കകളെയും കരളിനെയും എല്ലാം കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളെ? ഇല്ല. നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിശബ്ദമായി പണിയെടുക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവ. എങ്ങനെയാണെന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കണേ അല്ലേ? കേട്ടോളൂ. 100-ലേറെ രാസപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറിയാണ് കരൾ. 7 മീറ്റർ നീളവും ഒരു ഫുട്ബോൾ കോർട്ടിന്റെ വിസ്തീർണവുമുള്ള അവയവമാണ് ചെറുകുടല്. പേരിൽ മാത്രമേ ചെറുത് എന്നുള്ളൂ അല്ലേ? വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് അപാരം തന്നെ. കേവലം 300 ഗ്രാം മാത്രം ഭാരമുള്ള ഹൃദയം ഒരു ദിവസം 1,00,000 തവണയാണ് മിടിക്കുന്നത്. ശ്വാസകോശത്തിലെ ശ്വാസനാളികളുടെ ദൈർഘ്യം 2400 കിലോമീറ്റർ ആണ്. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഇതുപോലെ ധാരാളം വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വിസ്മയ ചെപ്പാണ് മനുഷ്യ ശരീരം, നമ്മൾ ഓരോരുത്തരുടെയും ശരീരം. എന്നാൽ മനുഷ്യർ ഇതൊക്കെ ഓർക്കാറുണ്ടോ? നിങ്ങൾ ഓർക്കാറുണ്ടോ? ഇല്ല അല്ലേ? ശരീരത്തെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? ആര്, ആർക്ക്, എവിടെ നേരല്ലേ?
പിന്നെ ടീച്ചർ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയാണോ കരുതുന്നേ? ഇന്നത്തെ ആളുകളോ? കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നും കുടിച്ചും വലിച്ചും അടിച്ചും തൊഴിച്ചും ഒക്കെയായിട്ട് പലതരത്തിലായിട്ട് അവരുടെ ശരീര അവയവങ്ങളെ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. ഇതിന്റെ പരിണിത ഫലമോ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? സിറോസിസ് ബാധിച്ച് കരൾ കല്ലാകുന്നു, കൊഴുപ്പ് അടിഞ്ഞുകൂടി ഹൃദയധമനികൾ ചുരുങ്ങുന്നു, തലച്ചോറിലെ കോശങ്ങൾക്ക് തേയ്മാനമുണ്ടാകുന്നു, ക്യാൻസർ കോശങ്ങൾ പെരുകുന്നു, വൃക്ക സ്തംഭിക്കുന്നു, 100-120 കിലോ ഉള്ള ശരീരം താങ്ങിയിട്ട് കാൽമുട്ടുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. മഹത്തായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ശരീരത്തെ കാണാം. വാഹനമായിട്ട് കാണാൻ നിങ്ങൾ ആലോചിക്കണം. വാഹനോ എന്ന് അല്ലേ? വാഹനമാണെങ്കിൽ തന്നെ അതിന് ഓടാൻ ഇന്ധനം വേണം. കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ചൂടാവും, അപ്പൊ വിശ്രമിക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ ഒഴിച്ചെടുത്ത് വാഹനങ്ങളുടെ ഭാഗങ്ങള് പ്രവർത്തന സജ്ജമാക്കണം. വേണ്ടേ? അതുപോലൊക്കെ തന്നെയല്ലേ നമ്മുടെ ശരീരവും. ശരിക്കും സംരക്ഷിക്കേണ്ടത് തന്നെയല്ലേ? അതാണ് പറയുന്നത്, മഹത്തായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് മനുഷ്യ ശരീരത്തെ കാണാം. കഠോപനിഷത്തില് ശരീരത്തെ രഥമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളാണ് ആ രഥം വലിക്കുന്നത്. നാം സ്വയം ശരീരത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. മിതമായി മാത്രം ഭക്ഷണം കഴിച്ചും ആവശ്യത്തിന് ഉറങ്ങിയും കൃത്യമായി വ്യായാമം ചെയ്തും ലഹരിയുടെ വഴികൾ ഉപേക്ഷിച്ച് നാം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണം. അഭിക്രിയാർത്ഥം സുലഭം സമിത്കുസം ജലാന്യഭിജ്ഞാനവിധിക്ഷമാണിതേ അഭിസ്വസക്ത്യാ തപസി പ്രവർത്തസേ ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്നാണ് കുമാരസംഭവത്തിൽ കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു കഠിന വ്രതമെടുത്ത് ശരീരത്തെ പീഡിപ്പിക്കുന്ന പാർവതിയോട് ആദ്യം ശരീരത്തെ സംരക്ഷിക്കാനാണ് ശിവൻ ഉപദേശിക്കുന്നത്. ശരീരത്തിന്റെ സ്വസ്ഥതയും മനസ്സിന്റെ സമാധാനവുമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ അറിഞ്ഞ് ശരീര അവയവങ്ങളെ സ്വയം സംരക്ഷിച്ച് ആരോഗ്യ ജീവിതത്തിന്റെ പടവുകൾ താണ്ടി ജീവിതയാത്ര സ്വയം സഫലമാക്കുക നിങ്ങൾ ഓരോരുത്തരും. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ടെസ്റ്റ് പേജ് നമ്പർ 33. പഞ്ചമഃ പാഠഃ ശരീരമാധ്യം ഖലു ധർമ്മ സാധനം. പാഠഭാഗത്തിന് ഒരു ആമുഖം അവിടെ നൽകിയിട്ടുണ്ട്. മനുഷ്യാണാം പരാ സമ്പദ് ഭവതി ആരോഗ്യം. മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് ആരോഗ്യം എന്നത്. ആരോഗ്യായ ശുദ്ധോ വായുഹു ശുദ്ധം ജലം ഹിതം അന്നം ച അവശ്യം അപേക്ഷിതാനി. ആരോഗ്യത്തിനായിട്ട് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം വെള്ളം, ഹിതം അന്നം അന്നം ആഹാരം, ഹിതം ഉചിതമായത് ഉചിതമായ ശരിയായ ഭക്ഷണം, ച അവശ്യം അപേക്ഷിതാനി തീർച്ചയായും വേണ്ടതാണ്. വ്യക്തേഹി ആരോഗ്യം തസ്യാഹ ശീലം അവലംബതേ. വ്യക്തേഹി ആരോഗ്യം ഓരോ വ്യക്തിയുടെയും ആരോഗ്യം സ്വാസ്ഥ്യം തസ്യാഹ അവരുടെ ശീലം അവലംബതേ അവരുടെ ശീലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശീലം എന്ന് വെച്ചാൽ സ്വഭാവം അല്ലെങ്കിൽ ജീവിത രീതികള്. ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അവരുടെ ശീലത്തെ ആശ്രയിച്ചിരിക്കുന്നു. പൂർവേ ജനാഹ ആരോഗ്യ സംരക്ഷണ രീതിം സമ്യക് ജ്ഞാതവന്തഃ ആസൻ. പണ്ട് ആളുകൾക്ക് ആരോഗ്യ സംരക്ഷണ രീതികളെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു.
ആരോഗ്യ സംബന്ധീനി കാനിചന സുഭാഷിതാനി അതഃ ധീയന്തേ. ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ചില സുഭാഷിതങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവിടെ 5 സുഭാഷിതങ്ങളാണ് തന്നിരിക്കുന്നത് ആരോഗ്യത്തെ സംബന്ധിക്കുന്നത്. ആദ്യത്തെ സുഭാഷിതത്തില് ശുചിത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വൃത്തിയെ കുറിച്ച്. രണ്ടാമത്തെ സുഭാഷിതത്തില് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ സുഭാഷിതത്തില് നാം കഴിക്കുന്ന ആഹാരക്രമങ്ങളെ കുറിച്ചും. നാലാമത്തെ സുഭാഷിതത്തില് ആഹാരത്തിന്റെ പ്രാധാന്യം, ലഹരി ഉപയോഗിക്കുന്നതിലെ ദോഷം എന്നിവയും. അഞ്ചാമത്തെ സുഭാഷിതത്തില് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. പ്രഥമം സുഭാഷിതം പഠാമഹ. മനഃശൗചം കർമ്മശൗചം കുലശൗചം തഥൈവ ച. ശരീരശൗചം വാക്ശൗചം ശൗചം പഞ്ചവിധം സ്മൃതം. മനഃശൗചം കർമ്മശൗചം കുലശൗചം തഥൈവ ച. തഥാ അധികം ഏവ തഥൈവ. ശരീരശൗചം വാക്ശൗചം ശൗചം പഞ്ചവിധം സ്മൃതം. ശൗചം ശുചിത്വം. ശൗചം എന്ന് വെച്ചാൽ ശുചിത്വം 5 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 വിധത്തിലുള്ള ശുചിത്വങ്ങൾ ഏതൊക്കെയാണ്? മനഃശൗചം, കർമ്മശൗചം, കുലശൗചം, ശരീരശൗചം, വാക്ശൗചം. ഇവയാണ് 5 ശുചിത്വങ്ങൾ. മനഃശൗചം മനസഃ ശുചിത്വം. മനഃശൗചം മനസഃ ശുചിത്വം, മനസ്സിന്റെ ശുചിത്വമാണ് മനഃശൗചം. കർമ്മശൗചം കർമ്മണഃ ശുചിത്വം എന്നുവെച്ചാൽ പ്രവർത്തനത്തിലുള്ള ശുചിത്വമാണ് കർമ്മശൗചം. കുലശൗചം കുലസ്യ ശുചിത്വം, കുടുംബ സംബന്ധിയായ ശുചിത്വം. അല്ലെങ്കിൽ ശരീരശൗചം ശരീരത്തിന്റെ ശുചിത്വം. അടുത്തത് വാക്ശൗചം വാചഃ ശുചിത്വം. ഇത് വാക് ശുചിത്വം, സംസാരിക്കുന്നതിലുള്ള ശുചിത്വം. അതായത് ലോകത്ത് 5 വിധത്തിലാണ് ശുചിത്വം ഉള്ളത്. അവയാണ് കർമ്മശൗചം, കുലശൗചം, മനഃശൗചം, ശരീരശൗചം, വാക്ശൗചം. അന്വയഃ. കർമ്മശൗചം കുലശൗചം തഥാ ഏവ മനഃശൗചം ശരീരശൗചം വാക്ശൗചം ച പഞ്ചവിധം സ്മൃതം. ആശയഃ. ലോകേ അസ്മിൻ പഞ്ചവിധം ശുചിത്വം പ്രസിദ്ധം ഭവതി. കർമ്മശുചിത്വം, കുലശുചിത്വം, ചിത്തശുചിത്വം, ശരീരശുചിത്വം, ഭാഷണശുചിത്വം ചേതി. ലോകേ അസ്മിൻ ലോകത്ത് പഞ്ചവിധം ശുചിത്വം പ്രസിദ്ധം ഭവതി 5 വിധത്തിൽ ശുചിത്വം പ്രസിദ്ധമാണ്. കർമ്മശുചിത്വം പ്രവൃത്തിയിലുള്ള ശുചിത്വം, കുലശുചിത്വം കുടുംബത്തിലുള്ള ശുചിത്വം, ചിത്തശുചിത്വം ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്, മനഃശുചിത്വം, ചിത്തശുചിത്വം. രണ്ടും ഒന്ന് തന്നെ. ചിത്തശുചിത്വം എന്നും പറയാം, അല്ലെങ്കിൽ മനഃശുചിത്വം എന്നും പറയാം. ശരീരശുചിത്വം, ഭാഷണ ശുചിത്വം, അതായത് നമ്മൾ പറയുന്ന വാക്കുകളിലുള്ള ശുചിത്വം, ചേതി എന്നിവയാണ്. വിഗ്രഹം മനഃശൗചം. ശുചേഹേ ഭാവഃ ശൗചം. ശുചേഹേ ഭാവഃ ശൗചം. മനസഃ ശൗചം മനഃശൗചം. മനഃശുചിത്വം എന്ന് പറഞ്ഞാലോ, മനസ്സിന്റെ ശുചിത്വം എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ആഗ്രഹിക്കുക. കർമ്മശുചിത്വം പ്രവൃത്തികളുടെ ശുചിത്വം, ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാവണം, തെറ്റായ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യരുത്. കുടുംബത്തിന്റെ ശുചിത്വം, കുടുംബവും വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക, കുടുംബത്തിൽ സൽപ്പേരുകൾ ഉണ്ടാവുക. ശരീരശുചിത്വം, നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയായി ഇരിക്കണം. വൃത്തിയാക്കുന്നതിന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് കുളി. കുളിക്കുക എന്നുള്ളത് ശരീരത്തിന് ശുചിത്വം വരുത്താൻ ഏറ്റവും ഉത്തമമാണ്. വാക്ശൗചം, നമ്മൾ പറയുന്ന വാക്കുകളിലുള്ള വൃത്തി, തെറ്റായ വാക്കുകളൊന്നും പറയരുത്, അതായത് മോശം വാക്കുകളൊന്നും തന്നെ പറയരുത്, നല്ലത് മാത്രം പറയുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് 5 വിധത്തിലാണ് ശുചിത്വം ഉള്ളത്.
കർമ്മശൗചം പ്രവർത്തനത്തിലുള്ള ശുചിത്വം, കുലശൗചം കുടുംബ സംബന്ധിയായ ശുചിത്വം അല്ലെങ്കിൽ കുടുംബ മഹത്വം, മനഃശൗചം മനസ്സിന്റെ ശുചിത്വം, ശരീരശൗചം ശരീരത്തിന്റെ ശുചിത്വം, വാക്ശൗചം സംസാരിക്കുമ്പോഴുള്ള ശുചിത്വം. ഈ 5 ശുചിത്വങ്ങള് പാലിച്ചാൽ എല്ലാ രംഗത്തും ആരോഗ്യമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ കഴിയും. ആരോഗ്യത്തിന് ശുദ്ധമായ വായുവും ശുദ്ധജലവും ശരിയായ ഭക്ഷണവും പോലെ തന്നെ പ്രധാനങ്ങളാണ് ഈ ശുചിത്വ പാലനവും എന്നാണ് ഇതിന്റെ അർത്ഥം. ധന്യവാദः.